നമസ്കാരം. 1 PM ന്യൂസിലേക്ക് വിശദമായി. ഇന്ന് നാമനിർദ്ദേശ പത്രികകളുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധനയുടെ ദിവസമാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ നേതാക്കളുടെ പ്രത്യാരോപണങ്ങൾ നിറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം കേരള ഇലക്ഷൻ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിലെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. അതിൽ തന്നെ ചില പത്രികകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തയാണ്. അതിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. പറവൂരിൽ UDF സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേമത്ത് NDA സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും പത്രിക മാറ്റിവെച്ചിരിക്കുകയാണ്. അതിലിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചു എന്നുള്ള പുതിയ വിവരം കൂടി വരുന്നുണ്ട്. 3 സെറ്റ് പത്രികകളാണ് അദ്ദേഹം സമർപ്പിച്ചിരുന്നത്. അവിടെ UDF പരാതി ഉയർത്തിയിരുന്നു. പത്രിക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു, പത്രിക സ്വീകരിച്ചിരിക്കുന്നു. ഈ കർണാടകയിലെ സ്വത്തുമായി ബന്ധപ്പെട്ട് ആ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് എന്ത് വിശദീകരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നൽകി? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്രിക സ്വീകരിച്ചിരിക്കുന്നത് റിനു? ഉന്മേഷ, അനുജ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പത്രിക സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് അതിലേക്ക് പോകാം. സ്വീകരിച്ചു. നേമത്ത് നോമിനേഷൻ സ്വീകരിച്ചു. ഫാം 26 യാതൊരു തെറ്റുമില്ല. ഒരു കാര്യവും സപ്രസ് ചെയ്ത് വെച്ചിട്ടില്ല. മാത്രമല്ല, ഇതൊരു കോസി ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ആണ്. എന്തെങ്കിലും ഫാൾസ് ആർക്കെങ്കിലും അലിഗേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് കോടതിയിലാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്, ഇവിടെ അല്ല. ഒരു തെറ്റും ഇല്ല, 26 ഇല്ല. നിലവിലെ ഇലക്ഷൻ ഗൈഡ് ലൈൻ അനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോമിനേഷനാണ്. അതുകൊണ്ട് സ്വീകരിച്ചു. ഒരു മീഡിയ ഒരു സ്പെക്കുലേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തൊരു കള്ളപ്പരാതിയാണ്. ഇതുമായി യാതൊരു നിയമപരമായിട്ട് യാതൊരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരു പരാതിയാണ്. ഇതൊരു ന്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ഥാനാർത്ഥി പോലും 3 മണിക്കൂറായി ഇലക്ഷൻ പ്രവർത്തനം മാറ്റിവെച്ചിട്ട് ഈ പരാതി കൊടുത്ത സ്ഥാനാർത്ഥി വരെ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, അതൊക്കെ ഈ നോമിനേഷനിൽ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ എന്താണ്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അവർക്ക് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അവർ വേറെ വഴി നോക്കിക്കോട്ടെ. അതാണ് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. കർണാടകയിലെ ഭൂമിയും വീടും അത് തന്റെ പേരിലുള്ളതല്ല. ഇത്തരത്തിലേക്ക് കള്ളത്തരം പറഞ്ഞുകൊണ്ടായിരിക്കരുത് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ 3 സെറ്റ് പത്രിക രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചിരുന്നു. അത് സ്വീകരിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്ത വരികയാണ്. UDF സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്നാണ് സൂക്ഷ്മ പരിശോധനയിൽ പത്രിക മാറ്റിവെച്ചത്. ഇപ്പോൾ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. റിനു ശ്രീധരാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകനൊപ്പം BJP നേതാക്കൾ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നൽകിയ പരാതിയിൽ അടിസ്ഥാനമില്ല, ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ അതിനെ നേരിടട്ടെ എന്നാണ് അവർ പറയുന്നത്. പത്രിക ഏതായാലും ഇപ്പോൾ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. UDF നൽകിയ പരാതിയെ തുടർന്നാണ് ഈ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, വിവരങ്ങൾ പറയൂ. ഉന്മേഷ, സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇടെയാണ് കോൺഗ്രസ് ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. റിന്യൂവിലേക്ക് വളരെ വേഗത്തിലെത്താം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, ഇപ്പോൾ നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ ഈ പത്രികയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു. UDF ഇതുമായി ബന്ധപ്പെട്ട് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു, കർണാടകയിലെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്നിങ്ങനെയായിരുന്നു പരാതി. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ BJP നേതാക്കൾ വിശദീകരണം നൽകി പത്രിക സ്വീകരിച്ചിരിക്കുകയാണ്.
അതിനിടെ ഇപ്പോൾ മറ്റൊരു വാർത്ത വന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പത്രികയും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സ്വർണത്തിന്റെ മൂല്യം കൃത്യമായി കാണിച്ചിട്ടില്ല, ഒപ്പം തന്നെ വാഹനവുമായി ബന്ധപ്പെട്ടൊരു പെനൽറ്റി അതിന്റെ കണക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുള്ള പരാതി, അതിന്മേലാണ് പത്രിക മാറ്റിവെച്ചത് എന്ന വിവരം വന്നത്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിപിൻ സി വിജയനുണ്ട്. വിപിൻ, എന്താണ് വി.ഡി. സതീശന്റെ പത്രികയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പരാതി? അതിലൊക്കെയുള്ള തീരുമാനം എപ്പോഴുണ്ടാകും? അനുജ, പ്രധാനപ്പെട്ട നേതാക്കളുടെ നാമനിർദ്ദേശ പത്രികയിലെ സൂക്ഷ്മ പരിശോധന സമയത്താണ് അതിനെതിരെ വന്നിട്ടുള്ള പരാതികൾ കൂടുതലായി ഇപ്പോൾ ഉന്നയിക്കുന്നതും ഒപ്പം തന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും മാറ്റിവെക്കുന്നതും. അങ്ങനെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹം പറവൂരിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെതിരെ 3 പ്രധാനപ്പെട്ട പരാതികളാണ് LDF സ്ഥാനാർത്ഥി E.T. ടൈസൺ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്കുള്ള വരുമാനം ഇതിൽ ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിക്കുള്ള ഒരു സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്നുള്ളത് ഈ സ്വർണത്തിന്റെ മൂല്യം അത് വളരെ കുറച്ച് കാണിച്ചു എന്നുള്ളത് രണ്ടാമത്തത്. മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന്റെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് പിഴകളുണ്ട്, പക്ഷേ ആ പിഴ ഒടുക്കിയതായി കാണുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരണാധികാരി പറഞ്ഞിരിക്കുന്നത് 2 കൂട്ടരോടും അവരുടെ വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ് പരാതി എന്നുള്ളതും എന്താണ് അതിനുള്ളൊരു മറുപടി എന്നുള്ളതും എഴുതി നൽകാനാണ്. അങ്ങനെ എഴുതി നൽകിയതിന് ശേഷം ഇന്ന് 3 മണിക്ക് അത് പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നമുക്കറിയാൻ സാധിക്കും ഈ പത്രിക ഉൾക്കൊള്ളുന്നുണ്ടോ അതോ തള്ളുകയാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ അത് നിർണായകമാണ്. മറ്റൊന്നുള്ളത് ഗുരുവായൂരിലെ കാര്യമാണ്. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള B. ഗോപാലകൃഷ്ണനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ പരാമർശങ്ങളും അതിൽ കേസെടുക്കുകയും ഉണ്ടായിരുന്നു. ആ വർഗീയ പരാമർശത്തിൽ കേസെടുത്തു എന്നുണ്ടെങ്കിലും ഇപ്പോൾ പത്രിക സ്വീകരിച്ചിരിക്കുകയാണ്. പത്രിക സ്വീകരിക്കാനായി വരണാധികാരി പറഞ്ഞിരിക്കുന്നത് ഇതിൽ കേസെടുത്തിട്ടുണ്ട്, പക്ഷേ ശിക്ഷ വിധിച്ചിട്ടില്ല. അതിപ്പോഴും കോടതി നടപടികളിൽ മാത്രമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് തള്ളേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആ പത്രിക സ്വീകരിച്ചിരിക്കുന്നത്. B. ഗോപാലകൃഷ്ണന്റെ NDA സ്ഥാനാർത്ഥിയുടെ പത്രിക ഗുരുവായൂരിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് കുട്ടനാട്ടിലേക്ക് വന്നാൽ കുട്ടനാട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള റെജി ചെറിയാന്റെ പത്രികയും സമാനമായ രീതിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ LDF സ്ഥാനാർത്ഥി പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് നാളെ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അനുജ, ശരി. അതിനിടെ ഇപ്പോൾ കുന്നംകുളത്ത് LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രിക സംബന്ധിച്ചും തർക്കം ഉയർന്നിട്ടുണ്ട് എന്നതാണ്. സൂക്ഷ്മ പരിശോധനയിൽ മാറ്റിവെച്ചിരിക്കുന്നു. സ്വത്ത് വിവരം സംബന്ധിച്ച് പരാതികൾ ഉയർന്നിട്ടുണ്ട് അവിടെയും എന്നുള്ളതാണ്. 3 മണിക്ക് ഈ പത്രിക വീണ്ടും പരിശോധിക്കും. അപ്പോഴാകും അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. കോഴിക്കോട്ടേക്ക് കൂടി പോവുകയാണ്. അജി കുഞ്ഞുമോൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഈ PV അൻവറിന്റെ പത്രികയുമായി ബന്ധപ്പെട്ട് അവിടെ പരാതികൾ ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ, അത് ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജി? ഉന്മേഷ്, അനുജ, ബേപ്പൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ UDF സ്ഥാനാർത്ഥിയായ PV അൻവറിന്റെ പത്രികയ്ക്കെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ LDF പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് അൻവർ ഈ സത്യവാങ്മൂലത്തിൽ 11 കേസുകളുടെ കാര്യം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കേസിന്റെ വിവരങ്ങൾ അൻവർ പ്രധാനമായും മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഫോൺ ചോർത്തൽ കേസ് ഈ സത്യവാങ്മൂലത്തിൽ അൻവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൻവറിന്റെ പത്രിക തള്ളണമെന്നാണ് പ്രധാനമായും LDF ഉന്നയിച്ചിരിക്കുന്ന പരാതി. എന്നാൽ LDFന്റെ പരാതി വരണാധികാരി പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത്. ഈ കേസിന്റെ, അതായത് മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങളടക്കം തെളിവ് സഹിതമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകിയത്. എന്നാൽ ആ പരാതി പൂർണ്ണമായും ഭരണാധികാരി തള്ളുകയും അൻവറിന്റെ പത്രിക സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അനുജ, ഉന്മേഷ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ പത്രിക മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാന നേതാക്കൾ, പ്രമുഖരായ നേതാക്കൾ 2 നേതാക്കളാണ്, വി.ഡി. സതീശനും രാജീവ് ചന്ദ്രശേഖരനും. അതിൽ അല്പസമയം മുൻപ് രാജീവ് ചന്ദ്രശേഖരുടെ പത്രിക സ്വീകരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. നമ്മൾ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. റിനു ശ്രീധർ ഉണ്ട് ഒരിക്കൽ കൂടി. റിനു, ഇതിലിപ്പോൾ എന്താണ് റിട്ടേണിംഗ് ഓഫീസർ ഇതിൽ വിശദീകരണമായി നൽകുന്നത്? ഇത് സ്വീകരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ്? ആ പരാതി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണല്ലോ.
അനുജ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. BJPക്ക് ഒരു വിജയസാധ്യത കൂടി അവർ കൽപ്പിക്കുന്ന മണ്ഡലം. ഇവിടെയാണ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക ഇന്ന് രാവിലെ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ അത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥിന്റെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക മാറ്റുന്നൊരു സാഹചര്യത്തിൽ, അതായത് കർണാടകയിലെ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് നാമനിർദ്ദേശ പത്രികയുടെ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് നൽകിയില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. തുടർന്നാണ് വരണാധികാരി അത് മാറ്റുന്ന സാഹചര്യത്തിലേക്ക് പോയതായാലും ശബരിനാഥൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണാധികാരി ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ ഇതിൽ തള്ളാനുള്ള അധികാരം അദ്ദേഹത്തിന് മാൻഡേറ്റ് നൽകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതുമായി മുന്നോട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് ഫോൾസ് അഫിഡവിറ്റുമായി 200 കോടി രൂപയുടെ സ്ഥലം എന്തുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പിന്നിൽ നമ്മൾ പിന്നെ തന്നെ ഉണ്ടാകും. ബാക്കി ലീഡേഴ്സായിട്ട് സംസാരിച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അദ്ദേഹം തന്നെ ഇപ്പം ഒരാളെ പണം ഉണ്ടാക്കുന്നതിന് യാതൊരു തെറ്റുമില്ല, അദ്ദേഹം കോടീശ്വരനാകുന്നതിന് തെറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം മറയ്ക്കുന്നു? സ്വന്തം വീട് 200 കോടി രൂപയുടെ ആസ്തിയുള്ള സ്വന്തം വീട്, കോറമംഗലയിലുള്ള അദ്ദേഹം താമസിക്കുന്ന സ്വന്തം വീടിൻ്റെ രേഖകൾ അദ്ദേഹം മറയ്ക്കുകയാണെങ്കിൽ വേറെന്തൊക്കെ മറച്ചിട്ടുണ്ടാവും? നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്, സുതാര്യമാണ്, ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ഇത് മറച്ചാൽ ഇനി എന്തൊക്കെ മറച്ചിട്ടുണ്ടെന്ന കാര്യം ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഈ പരിമിതികൾ ബഹുമാനപ്പെട്ട ROയ്ക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. ശക്തമായിട്ടുള്ള നിയമത്തെ നടപടികളുമായി UDF മുന്നോട്ട് പോകും. കോടതിയിലേക്ക് പോകുന്നതാണ് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ ബാക്കി ലീഡർഷിപ്പ് അടക്കം പറയും. കോടതിയിലേക്ക് തന്നെ ഈ വിഷയം മുന്നിൽ കൊണ്ടുപോയി. ക്രിമിനൽ ഒഫൻസാണ്. ആ ക്രിമിനാലിറ്റിയുടെ ആസ്പെക്റ്റിൽ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളിത് കണ്ടുപിടിച്ചപ്പോഴാണ് 408 കണ്ടുപിടിച്ചപ്പോൾ ഇതേപോലെ വേറെ പ്രോപ്പർട്ടികളുണ്ട്, 417, 411. അപ്പോൾ ഒന്ന് തേടി പോയപ്പോൾ 2 പ്രോപ്പർട്ടികൾ നമുക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, അതൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാകുന്ന തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിന് 1000 പ്രോപ്പർട്ടി ഉണ്ടാവട്ടെ, തെറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് മറച്ചു വയ്ക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യം മലയാളികളോടും നിയമത്തുള്ള വോട്ടർമാരോടും പറയുന്നുള്ളത്, എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ഇത് മറച്ചു വെച്ചാൽ വേറെ എന്തൊക്കെ അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ CPM-ലെ സുഹൃത്തുക്കളോട്, നിങ്ങളിൽ നമ്മൾ നിരാശരാണ്. ഇത്രയധികം ഇന്നലെ എല്ലാ ചാനലുകളും ക്യാരി ചെയ്തൊരു വിഷയം, അത് കൂടുതൽ പഠിച്ച് UDF രേഖകൾ സഹിതം നമ്മൾ ഇത് കൊടുത്തപ്പോൾ ഒരു തുണ്ട് കടലാസ് പോലും കൊടുക്കുവാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് LDF ഭയപ്പെടുത്തുന്നു? നേമത്ത് ഞാനും നിങ്ങളുമൊക്കെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് NDA ആണ്. നമ്മളെല്ലായിടത്തും നമ്മളും പറയുന്നതും LDF പറയുന്നതും BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രൂട്ടനി സമയത്ത് ഏറ്റവും നല്ല അവസരം LDF, BJPയുടെ ഭാഷയിൽ സുവർണാവസരം കളഞ്ഞത് LDF ആണ്. ഈ ഒരു അവസരം സ്ക്രൂട്ടണിയിൽ LDF കളഞ്ഞത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് LDF ആണ്. ഞാൻ ഉറപ്പ് നൽകുന്നു, ഇവിടെ BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടാൻ പോകുന്നത് UDF ആണ്. BJP സ്ഥാനാർത്ഥി പറയുന്നു അദ്ദേഹത്തിന് ഉടമസ്ഥതയില്ല, ഇങ്ങനെ മറച്ചു വെക്കാൻ മാത്രം വിഡ്ഢിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ എന്തിനാ 4 ദിവസം മുമ്പ് അദ്ദേഹം, ഞാൻ എല്ലാവർക്കും അയച്ചു തരാമല്ലോ, 4 ദിവസം മുമ്പ് 5 ലക്ഷം രൂപ, ഞാൻ ഈ അമൗണ്ട് കേട്ട് കിണിക്കും. നമ്മളൊക്കെ സാധാരണ വീട്ടുകാർ അടയ്ക്കുന്നതിൻ്റെ റേറ്റ് അറിയാമല്ലോ. 5 ലക്ഷം രൂപ വീട്ടുകാർ അടയ്ക്കണമെങ്കിൽ എന്തുമാത്രം വാല്യൂ ഉള്ളതാണ്. വസ്തുക്കൾ അടയ്ക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനൊന്നും മറക്കാനില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള രേഖയില്ലേ, ഞാൻ വേറെ ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല. നെറ്റിലുള്ള ഓൺലൈൻ സംവിധാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണത്തിൽ നിന്ന് അടിച്ച രേഖ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു ഓപ്പൺ ഡിസ്കഷൻ തയ്യാറാണ്. സമയമില്ല, നിയമത്തിൻ്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അസറ്റുകളെക്കുറിച്ചുമുള്ള ഒരു ഓപ്പൺ ഡിസ്കഷന് ഞാൻ തയ്യാറാണ്. ഈ വർഷം ടാക്സ് അടച്ചത് രേഖ കാണിക്കേണ്ടതില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിന് ഈ വർഷത്തേക്ക് അടയ്ക്കേണ്ട, അതിന് മുമ്പത്തെയാണ് കാണിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മൾ ഒറ്റ ചോദ്യമേ, ടാക്സ് അടച്ചാലും ഇല്ലെങ്കിലും ഈ വസ്തു ഉണ്ടോ ഇല്ലയോ? ഇപ്പം എനിക്കൊരു വസ്തു ഉണ്ട്, ആ വസ്തു കാണിക്കുക എന്നുള്ളതാണ് 26 അഫിഡവിറ്റ് അനുസരിച്ച് കാണിക്കുക എന്നുള്ളതല്ലേ, നിങ്ങൾ ടാക്സിൻ്റെ വിഷയമല്ല. നിങ്ങൾ ടാക്സ് അടച്ച വസ്തു നിങ്ങളുടെ വസ്തുവാണെന്ന് പറയുന്ന ഈ പറഞ്ഞ 17/3/2026 ടാക്സ് അടച്ചതാണ്. 408 കോറമംഗല 3rd ബ്ലോക്ക്. ആ പ്രദേശം അറിയാവുന്ന ആളുകൾ, ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും പോഷായിട്ടുള്ള ലൊക്കാലിറ്റിയാണ് കോറമംഗല 3rd ബ്ലോക്കൊക്കെ. അവിടെ 408 നമ്പർ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ 17 മാർച്ച് നാഥൻ തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഇനിയും ഇത്തരത്തിൽ വ്യക്തമാകാത്ത സ്വത്ത് അത് രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. ഒപ്പം തന്നെ LDF ഇക്കാര്യത്തിൽ ഒരു പരാതിയും ഉന്നയിക്കുന്നില്ല, തനിക്കൊപ്പം നിൽക്കുന്നില്ല. അവിടെ BJP അക്കൗണ്ട് തുറക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി LDFനില്ല എന്ന തരത്തിൽ LDFനെയും അദ്ദേഹം വിമർശിക്കുകയാണ്. വീണ്ടും ഒരു പത്രികാ വാർത്തയിലേക്ക് തന്നെയാണ്, കുന്നംകുളത്തേക്കാണ്. അവിടെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. പത്രികയിലെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് പരാതികൾ ഉയർന്നതോടെയാണ് മാറ്റിവെച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് പരാതി?
UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഏജന്റുമാരാണ് ഇത്തരത്തിൽ AC മൊയ്തീന്റെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ശ്രീജിത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് UDF ആണ് പരാതി ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്രിക മാറ്റിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ചില സ്വത്ത് വിവരങ്ങൾ അത് സമർപ്പിച്ചിട്ടില്ല കൃത്യമായി എന്നുള്ളതാണ് പരാതി. 3 മണിക്ക് തീരുമാനമുണ്ടാകുമെന്നാണ് ശ്രീജിത് ശ്രീകുമാരൻ അറിയിച്ചത്. ഇനിയും തിരഞ്ഞെടുപ്പ് പ്രചാരണ കളത്തിൽ കണ്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശത്തിന് പിന്നാലെ വീട്ടിൽ പോയി ചോദിക്കുന്ന പരാമർശവും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ. പരാജയ ഭീതി മൂലം മുഖ്യമന്ത്രിയുടെ സമനില തെറ്റി എന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിമർശനം. അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ലാത്തയാളാണ് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. പൊതുയോഗത്തിന് അതിന്റെ രീതിയുണ്ടെന്നും അത് തെറ്റിച്ചാൽ ഇങ്ങനെയാകും മറുപടി എന്നുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. G സുധാകരനെതിരായ വിവാദ പരാമർശത്തെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. കോന്നിയിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച CPM പ്രവർത്തകനോട് പറഞ്ഞ വീട്ടിൽ പോയി ചോദിക്കുന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് വിവാദമായത്. തിരഞ്ഞെടുപ്പിനിടെ വീണ്ടുകിട്ടിയ അവസരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ശരിവെക്കുന്നതാണ് കോന്നി സംഭവം എന്നതാണ് പ്രതിപക്ഷത്തെ സന്തോഷിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നതിന് ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. കോന്നിയിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ പരാമർശം നേതാവിന് ചേർന്നതല്ലെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. വീട്ടിൽ പോയിട്ടല്ല, തെരുവിലിറങ്ങി ജനങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ പരാമർശത്തെ ന്യായീകരിക്കുന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എന്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. G സുധാകരനെതിരായ രാഷ്ട്രീയ ചെറ്റത്തരം പരാമർശത്തെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. 24 തിരുവനന്തപുരം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറ്റൊരു കടുത്ത പരാമർശം കൂടി നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നയാളെ ന്യായീകരിക്കാൻ പ്രതിപക്ഷ നേതാവും സംഘവും നിന്നു എന്നതാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവിനും വിമർശനമുണ്ട്. മുഖ്യമന്ത്രി വൃത്തികേട് കാണിക്കുന്ന ആളുകൾക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അവളോടൊപ്പം ആരായിരുന്നു, അവരോടൊപ്പം ആരായിരുന്നു എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ എന്താ ചെയ്തത്? അവനെ പവിത്രീകരിക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയില്ലേ? നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? സ്വയം കണ്ണാടി നോക്കിയാൽ മതി. പിണറായി വിജയൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ 2 കൊല്ലം MLA-ക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിരുന്നു, എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്, വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം. കുറച്ച് ദിവസങ്ങളായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രചാരണമാണ് ഈ ഡീൽ ആരോപണം. പ്രചാരണ കളത്തിൽ ഇന്നും അതുമായി ബന്ധപ്പെട്ട് വാക്പോരുണ്ടായ ദിവസമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ച് ഡീൽ ആരോപണം കത്തിപ്പടരുകയാണ്. മുൻകൂട്ടി ജാമ്യമെടുക്കലാണ് CPIM-നെതിരെയുള്ള കോൺഗ്രസ് ആരോപണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. മണ്ഡലങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഡീൽ ആരോപണം പ്രതിപക്ഷം ഇന്നും ആവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ CPIM BJP ഡീൽ ഉണ്ടായെന്ന് ആത്മകഥയിൽ മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ ആരോപിച്ചു.
UDF-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തെരഞ്ഞെടുപ്പിൽ CPIM BJP സംയുക്ത നീക്കമെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. കോലീബിയും നിയമവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണത്തെ ഇന്നും മുഖ്യമന്ത്രി പ്രതിരോധിച്ചത്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ഡീൽ ആരോപണമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ചോദിച്ചു. KC വേണുഗോപാൽ രാജ്യസഭാംഗത്വം രാജിവെച്ചതും ഡീലിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, രാജ്യസഭാംഗമായിരുന്നില്ലേ അദ്ദേഹം? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ BJP ആണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. മണ്ഡലങ്ങളുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. വലിയ അധാർമികതയ്ക്ക് CPIM നേതൃത്വം നൽകുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അപ്പൊ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിനോട് ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ CPIM BJP ഡീലുണ്ടായെന്ന് മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ ആത്മകഥയിൽ ആരോപണമുയർത്തി. വ്യാകരണമില്ലാത്ത ജീവിതമെന്ന ആത്മകഥയിലാണ് അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന KNA ഖാദറിന്റെ തുറന്നു പറച്ചിൽ. എന്നാൽ ആരോപണം CPIM നേതൃത്വം തള്ളി. ഇലക്ഷൻ ഡെസ്ക് 24. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാനും ആക്രമണം തുടരുകയാണ്. സൗദിയിലും ബഹ്റൈനിലും കുവൈത്തിലും പുലർച്ചെ ആക്രമണമുണ്ടായി. കുവൈറ്റിൽ 7 പ്രധാന വൈദ്യുതി വിതരണ ലൈനുകൾ തകരാറിലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പുലർച്ചെ തന്നെ ആക്രമണം ആരംഭിച്ചു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയെ ലക്ഷ്യമിട്ട് തുടർച്ചയായ ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. 20-ലേറെ ഡ്രോണുകളാണ് സൗദി വ്യോമസേന ആകാശത്ത് വെച്ച് തന്നെ തടയുകയും നശിപ്പിക്കുകയും ചെയ്തത്. ബഹ്റൈനിൽ 2 തവണ അപായ സൈറൺ മുഴങ്ങി. കുവൈത്തിലാകട്ടെ 3 തവണയാണ് രാവിലെ മാത്രം ആക്രമണമുണ്ടായത്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് കുവൈത്തിൽ 7 പ്രധാന വൈദ്യുതി വിതരണ ലൈനുകൾ തകരാറിലായി. രാജ്യത്ത് പലയിടത്തും വൈദ്യുതി മുടങ്ങി. ഇതിനിടെ നാറ്റോ സെക്രട്ടറി ജനറലുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ചർച്ച നടത്തി. ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 24 ദുബായ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്നും ഒരു പ്രധാനപ്പെട്ട യോഗം നടന്ന ദിവസമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. നിലവിലെ സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സംഘർഷം തുടർന്നാൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ വില ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ, കരനാവിക വ്യോമസേന മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹോർമുസ് കടലിലേക്ക് വഴി ഇന്ത്യയിലേക്കുള്ള LPG കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. നിലവിൽ കടലിടുക്ക് കടന്ന ജഗ്വസന്ത്, പൈൻ ഗ്യാസ് എന്നീ ഇന്ത്യൻ LPG കപ്പലുകൾക്കാണ് നാവികസേന സുരക്ഷ നൽകുന്നത്. അതിനിടെ പാചകവാതക പ്രതിസന്ധി കാരണം കോഴിക്കോട് നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ഉച്ചയ്ക്ക് ഊണില്ല, ഒരു 10 ദിവസമായിട്ട്. ഊണ് കറികൾക്ക് ഉണ്ടാക്കേണ്ട ഒക്കെ വ്യത്യസ്ത അടുപ്പുകളൊക്കെ ഗ്യാസാണ്. ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല. ടൗണിലുള്ള ഒരുവിധം ഹോട്ടലുകളിലൊക്കെ ഈ പ്രശ്നമുണ്ട്. ഞങ്ങളും അതിൽ ഇതാണ്. മെഡിക്കൽ ഉപകരണ മേഖലയെയും പശ്ചിമേഷ്യൻ സംഘർഷം ബാധിച്ചേക്കുമെന്നാണ് സൂചന. മെഡിക്കൽ ഉപകരണ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾക്ക് 50% വില വർദ്ധിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മെഡിക്കൽ ഉപകരണ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കത്തയച്ചു. 24 ഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധി സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിലും പ്രസ്താവന നടത്തുമെന്ന വാർത്തയും ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ ലോക്സഭയിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയിരുന്നതാണ്. ഹോർമുസ് കടലിടുക്ക് വഴി കൂടുതൽ എണ്ണക്കപ്പലുകൾ എത്തിക്കാനുള്ള സാധ്യത തേടുകയാണ് ഇന്ത്യ. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന? ബൽറാം. അനുജ, ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പശ്ചിമേഷ്യൻ സംഘർഷം, ഒപ്പം തന്നെ അത് രാജ്യത്തുണ്ടാക്കിയ ആഘാതം,
അതിൻ്റെ പരിഹാര നടപടികളായി രാജ്യത്ത് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രസ്താവന നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യസഭയിലെ ഇന്നത്തെ ബിസിനസ്സിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് സമയം ഒന്നും അനുവദിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ പോലും 2 മണിയോടെ ഈ പ്രസ്താവന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ മുൻപ് ഒരിക്കലും നേരിടാത്ത വെല്ലുവിളികളാണ് രാജ്യം ഈ ഒരു ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത് എന്നും ഈ ഒരു പ്രതിസന്ധിയുടെ ആഘാതം രാജ്യത്തെ സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കൂടാതെ രാജ്യത്ത് നിലവിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും കൽക്കരിയുടെയും രാസവളത്തിന്റെയും സ്റ്റോക്ക്, ഉൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പ്രസ്താവനയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയത്. എങ്കിൽ പോലും ആശങ്ക തുടരുന്നു എന്ന് അറിയിച്ചിരുന്നു. കൂടാതെ പ്രധാനമന്ത്രിയുടെ ലോക്സഭയിലെ പ്രസ്താവനയ്ക്ക് മണിക്കൂറുകൾ പിന്നീട് മുമ്പാണ് താൽക്കാലിക വെടിനിർത്തലിനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം വന്നത്. ഈ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒറ്റവരി പ്രതികരണം മാത്രമാണ് നടത്തിയത്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി അവലോകനം ചെയ്തു വരികയാണ് എന്ന ഒറ്റ പ്രതികരണം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ രാജ്യസഭയിലെ പ്രസ്താവനയിൽ ഇക്കാര്യത്തിലുള്ള രാജ്യത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ ഉണ്ടാകും. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഒരു ഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി അത് തുടരുകയാണ്. LPG ക്ഷാമം, വാണിജ്യ LPGക്കുള്ള ക്ഷാമവും തുടരുന്നു. ആശ്വാസകരം എന്ന നിലയിൽ രാജ്യത്തേക്ക് 2 കപ്പലുകൾ കൂടി കഴിഞ്ഞ ദിവസം ഹോർമോസ് കടലിടുക്ക് പിന്നിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം തുറമുഖത്തേക്കാണ് ഈ കപ്പലുകൾ എത്തുന്നത്. അനുജ, ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പ്രധാനമന്ത്രിക്കുൾപ്പെടെ ബോംബ് ഭീഷണി സന്ദേശം വന്ന ദിവസമാണ്. ഡൽഹി നിയമസഭാ സ്പീക്കർ വിജേന്ദ്ര ഗുപ്തയ്ക്കാണ് ഇത് സംബന്ധിച്ച ഇമെയിൽ സന്ദേശം കിട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഡൽഹി മുഖ്യമന്ത്രി എന്നിവരെയും ലക്ഷ്യമിടുന്നു എന്നാണ് സന്ദേശം. നിയമസഭയുടെ ഔദ്യോഗിക ഇമെയിലിൽ രാവിലെ 7:28 ആദ്യ ഭീഷണി സന്ദേശം എത്തിയത്. പിന്നാലെ 7:49 നിയമസഭാ സ്പീക്കർ വിജേന്ദ്ര ഗുപ്തയ്ക്ക് രണ്ടാമത്തെ ഭീഷണി സന്ദേശം ലഭിച്ചു. നിയമസഭാ മന്ദിരവും വിധാൻസഭാ മെട്രോ സ്റ്റേഷനിലും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു എന്നിവരുടെ പേരുകളും ഭീഷണി സന്ദേശത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഭീഷണിയെ തുടർന്ന് നിയമസഭാ കെട്ടിടം ഒഴിപ്പിച്ച പരിശോധനകൾ നടത്തി. ബോംബ് സ്ക്വാഡും സ്നിഫർ ഡോഗും സ്ഥലത്തെത്തി. ഒരു ജിമെയിലിൽ നിന്നാണ് സന്ദേശം ലഭിച്ചതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല. 24 ഡൽഹി. സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഇന്നുണ്ടായിട്ടുണ്ട്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് പട്ടികജാതി പദവി തുടർന്നും അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് ആ ഉത്തരവ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെച്ചു. 1950 ഭരണഘടനാ ഉത്തരവ് പ്രകാരം ഹിന്ദുമതം, സിഖ് മതം, ബുദ്ധമതം എന്നിവയിൽ പെടുന്നവർക്ക് മാത്രമേ പട്ടികജാതി പദവി അവകാശപ്പെടാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കി. ജാതി വിവേചനം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആന്ധ്ര സ്വദേശിയായ പാസ്റ്റർ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. വിനീത VG വിവരങ്ങളുമായി. വിനീത, വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ്, എന്താണ് വിവരങ്ങൾ? അനുജ, നേരത്തെ തന്നെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. ആ വിധി തന്നെയാണ് സുപ്രീം കോടതിയും അംഗീകരിച്ചിരിക്കുന്നത്. അതായത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിക്ക് പട്ടികജാതി പദവി തുടർന്നും അവകാശപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി. ഈ വിധി സുപ്രീം കോടതിയും ശരിവെക്കുകയാണ് ചെയ്തത്. 1950 ഭരണഘടനാ ഉത്തരവ് പ്രകാരം ഹിന്ദുമതം, സിഖ് മതം, ബുദ്ധമതം എന്നിവയിൽ പെടുന്നവർക്ക് മാത്രമേ ഈ പട്ടികജാതി പദവി അവകാശപ്പെടാൻ കഴിയൂവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള നിയമപരമായ ആനുകൂല്യമോ സംരക്ഷണമോ സംവരണമോ പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിക്ക് ലഭിക്കില്ലെന്നും ജസ്റ്റിസുമാരായ PK മിശ്ര, NV അഞ്ജലിയ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ആന്ധ്ര സ്വദേശിയായ പാസ്റ്റർ ചിന്താട ആനന്ദ് സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത്. അതിൽ ഈ പരിവർത്തനത്തിന്റെ പേരിൽ ഭീഷണിയും അധിക്ഷേപവും
അധിക്ഷേപവും അക്രമവും നേരിട്ടതായി ചൂണ്ടിക്കാണിച്ച ഈ പാസ്റ്റർ നൽകിയ പരാതിയിൽ കേസെടുത്ത് ചോദ്യം ചെയ്ത പ്രതി അക്കാല രാമറെഡ്ഡി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അനുജ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുന്നു. നാടിന്റെ രാഷ്ട്രീയ സ്പന്ദനമറിയാൻ മണ്ഡലം ചുറ്റും മഹിളകൾ. ഇന്ന് ഇടുക്കി, തൊടുപുഴ മണ്ഡലങ്ങളിലാണ് കർഷകരെ സംരംഭകരാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്ന് തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. മണ്ഡലം ചുറ്റും മഹിളകളിൽ സ്മിത ഹരിദാസും ക്രിസ്റ്റീന ചെറിയാനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്പൊ ക്രിസ്റ്റീന, നമ്മള് മണ്ഡലം ചുറ്റി എവിടെ വന്നിരിക്കുന്നത്? തൊടുപുഴ മണ്ഡലത്തില്. അതെ, തൊടുപുഴ എന്ന് പറയുമ്പോൾ തൊടുപുഴക്കാരുടെ ഔസേപ്പച്ചൻ, അതായത് പാലത്തിനാൽ ജോസഫ് നിയമസഭയിലെ ഏറ്റവും സീനിയോറിറ്റി ഉള്ള നേതാവ്, 6 തവണ മന്ത്രിയായി, അതും പല വകുപ്പുകളാണ്. അങ്ങനെ പലതരത്തില് കഴിവ് തെളിയിച്ച് ഈ തൊടുപുഴക്കാരെ ചങ്കിലേറ്റി വെച്ച ആ ജോസഫ് സാറിന്റെ മകനാണ് ഇത്തവണ തൊടുപുഴക്കാർക്ക് വേണ്ടി മത്സരിക്കുന്നത്. വോട്ട് ചോദിക്കുന്നതിന്റെ തിരക്കിലാണെന്ന് അറിയാം. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചരണം ഇപ്പോൾ ഫുൾ സ്വിംഗിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയക്കുറവാണ് ഏറ്റവും വലിയ. അതെ, വളരെ കുറച്ച് സമയമുള്ളൂ. കാരണം ഇനി ഏതാണ്ട് 16 ദിവസമേ ഉള്ളൂ. പിന്നെ ഫാദർ ഉണ്ടാക്കി വെച്ച ഒരു ലെഗസി ഉണ്ടല്ലോ, അതിന് ഒരു കുറവും വരാൻ പാടില്ല. അപ്പൊ ആ ബെഞ്ച് മാർക്ക് അവിടെ നിൽക്കുകയാണ് അല്ലേ? ആ ബെഞ്ച് മാർക്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ടെൻഷൻ അല്ല, ചലഞ്ച് അതാണ്. കഴിഞ്ഞ 56 വർഷം അപ്പച്ചൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങൾ എന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ തൊടുപുഴ ഇനിയും അതിലും ഉന്നതങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ കൂടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടില് അപ്പച്ചനുമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ? വീട്ടില് ഗേറ്റ് ഇങ്ങ് കടന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ പിന്നെ രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുകയില്ല. ഇല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുരിശ് പറയും, പ്രാർത്ഥനയും, പിന്നെ ഈ പറയുന്ന പോലെ പാട്ട് പാടും ഇഷ്ടം പോലെ. നമ്മുടെ രാഷ്ട്രീയത്തില് നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് മത്സരിക്കുമ്പോ കർഷകർക്ക് എന്താണ് വാഗ്ദാനം നൽകാൻ? ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പച്ചക്കറി കടയെന്നോ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പറയുന്ന വിലയില്ലാത്ത എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? കർഷകർക്ക് കിട്ടുന്നില്ല. വിലയില്ല എന്ന് പറയുന്ന കർഷകന്റെ അവന്റെ പുരയിടത്തിലെ വിലയില്ലാത്തത്. അതിനൊരു മാറ്റം വരണം. നമ്മൾ ഇവിടെ നിൽക്കുന്നത് മുഴുവനും സ്ത്രീ വോട്ടർമാരാണ്. ഞാൻ അത് നോക്കിയായിരുന്നു. അവരോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീ വോട്ടർമാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാണ്? സമൂഹത്തിലെ സ്ത്രീകൾക്ക് തുല്യ സ്ഥാനം ഉറപ്പാക്കുക. ഭരണത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞു, ഞങ്ങൾ ആശാ വർക്കർമാരുടെ ശമ്പളം 750 രൂപയാക്കും, എല്ലാ വനിതകൾക്കും പെൻഷൻ കൊടുക്കും. അപ്പം അത് ഈയിടയ്ക്കെന്തോ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ നയം പാസ്സാക്കേണ്ടത് അധികാരത്തിൽ വരുന്നതിൻ്റെ ആദ്യ ബജറ്റിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു 2 മാസം ബാക്കിയുള്ളപ്പം കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊണ്ടത് തന്നെയായിരിക്കും. ഈ തൊടുപുഴക്കാരെ ഓർത്തുകൊണ്ട് തൊടുപുഴയാണ് എന്റെ നെഞ്ചിലെങ്കിലും പാടിയാലോ? പക്ഷെ പണ്ട് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് പാടാം. ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാമിന്നിയേ, പൊൻപയർ മണി എന്ന് തോന്നിച്ചെന്നു മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. പക്ഷെ നമ്മൾ നല്ലൊരു ഗംഭീരം. അപ്പൊ ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചേഴ്സ് ആവുന്നു, സിനിമാ നടന്മാരുടെ മക്കൾ സിനിമാ നടന്മാരാകുന്നു, കർഷകരുടെ മക്കൾ കർഷകരാകുന്നു, ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടേഴ്സ് ആകുന്നു. പിന്നെ രാഷ്ട്രീയക്കാർക്ക് മാത്രം എന്താ പ്രത്യേകത? എനിക്ക് അപ്പു ജോൺ ജോസഫിൽ നിന്ന് കേട്ടാ. ഇടത് മുന്നണിയിലെ എത്ര സഖാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലുണ്ട്? എല്ലാവരും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ പോയി പൈസ ഉണ്ടാക്കുന്നു. കോൺഗ്രസിലെയും കേരള കോൺഗ്രസിലെയും നേതാക്കന്മാർ മാത്രം സ്വന്തം മക്കളെ രാഷ്ട്രീയത്തിലേക്ക് സമർപ്പിച്ചിട്ടുള്ളൂ. ഈ സമർപ്പിത ജീവിതത്തിൽ മക്കളെ വിട്ടുകൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിലെയും കേരള കോൺഗ്രസിലെയും നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഔസേപ്പച്ചനെ നെഞ്ചിലേറ്റതുപോലെ അപ്പുവിനെയും നെഞ്ചിലേറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മൾ മണ്ഡലം ചുറ്റി അങ്ങനെ തൊടുപുഴയിലെ വിശേഷങ്ങൾ അറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇനി അടുത്ത സ്ഥാനാർത്ഥിയിലേക്കാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസ് വിട്ട മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ CPIM-ലേക്കെന്ന് സൂചന. CPIM നേതാക്കളുമായി നുസൂർ ചർച്ച നടത്തിയെന്നാണ് വിവരം. ഇതിനിടെ തളിപ്പറമ്പിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന TK ഗോവിന്ദന്റെ ഭാര്യയും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ KP രമണിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത്. തിരുവനന്തപുരത്ത് നഗരസഭയിൽ എല്ലാ കാലത്തും കോൺഗ്രസ് BJP ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തവണയും അത് ഉണ്ടെന്നായിരുന്നു ആരോപണം.
ഇതിനിടെയാണ് നുസൂർ CPM-മായി ചർച്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവന്നത്. CPIM ജില്ലാ സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ച് ധാരണയിലെത്തിയതായാണ് വിവരം. അടുത്ത ദിവസം തന്നെ CPM പ്രവേശനം ഉണ്ടാകാനാണ് സാധ്യത. CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദന്റെ ഭാര്യയെ KP രമണിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഇന്നുണ്ടായേക്കും. ഇന്നലെ UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമണി പങ്കെടുത്തിരുന്നു. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന കൺവെൻഷനിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് രമണി മാലയിട്ട് സ്വീകരിച്ചു. ഭർത്താവിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന കൺവെൻഷനിൽ ഭാര്യ രമണി എത്തിയത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു KP രമണി. 24 തിരുവനന്തപുരം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മണ്ഡലങ്ങളിൽ അപരന്മാരുടെ ചിത്രവും വ്യക്തം. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അപരശല്യമുണ്ട്. ചില മണ്ഡലങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾ ഒരേ പേർ എന്നതും ശ്രദ്ധേയമായി. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി PV അൻവറിനാണ് 4 അപരന്മാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപരന്മാർ ഉള്ളത് എനിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 4 അപരന്മാരൊക്കെ ഒന്നും ചരിത്രത്തിൽ ഉണ്ടാവാത്തതാണ്. പക്ഷെ ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. തനിക്കെതിരെയുള്ള 2 അപരന്മാരെയും പേടിയില്ലെന്ന് മുഹമ്മദ് റിയാസ്. ഇവിടെ 2 മുഹമ്മദ് റിയാസ്മാരുണ്ട്. ബേപ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി പോകുന്നവരാണ്. അപ്പം അതൊന്നും പ്രബുദ്ധരായ വോട്ടർമാരാണ്. ഇതൊന്നും വോട്ടർമാർ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളല്ല. പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ MM വിജയൻ എന്നയാളും പത്രിക നൽകി. പറവൂരിൽ VD സതീശന് KB സതീശനും ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് C രമേശും അപരന്മാരായുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് GS രാജീവ് കുമാറും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന് D സുരേന്ദ്രൻ നായരും അപരന്മാരാണ്. ഒറ്റപ്പാലത്ത് PK ശശിക്ക് PK ശശി എന്ന പേരിൽ തന്നെ അപരന്മാരുള്ള മണ്ഡലങ്ങൾ ഇനിയുമേറെ. അതേസമയം ഒരേ മണ്ഡലത്തിൽ പേരിൽ സാമ്യമുള്ള മുന്നണി സ്ഥാനാർത്ഥികളുമുണ്ട്. കോട്ടയത്ത് LDFന് K അനിൽകുമാറും NDAക്ക് P അനിൽകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. ഒരു കൺഫ്യൂഷനും ഇല്ല. അരിവാൾ ചുറ്റിയ നക്ഷത്രം ഏറ്റവും മുകളിലാണ്. ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് CPIMന് അരിവാൾ ചുറ്റിയ നക്ഷത്രം അനിൽകുമാർ എന്ന് പറയുമ്പോൾ A ആണല്ലോ, അത് 1ാം സ്ഥാനത്താണ്. പൂഞ്ഞാറിൽ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കലും UDF സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യനുമാണ്. ഇവരുടെ പേരിനോട് സാമ്യമുള്ള സെബാസ്റ്റ്യൻ KJ കുളത്തുങ്കലും പത്രിക നൽകിയിട്ടുണ്ട്. ദേവികുളത്ത് A രാജയും F രാജയും S രാജേന്ദ്രനുമാണ് സ്ഥാനാർത്ഥികൾ. ഇലക്ഷൻ ഡെസ്ക് 24. തെരഞ്ഞെടുപ്പ് ചൂടിനിടെ സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുകയാണ്. അതെ, വ്യാഴാഴ്ച വരെ ചൂട് കൂടുമെന്നൊരു മുന്നറിയിപ്പ് വരുന്നുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താകട്ടെ ജാഗ്രത പാലിക്കണമെന്നുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് ഉയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പിൽ മാറ്റം വന്നത്. പാലക്കാട്, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും സാധാരണത്തേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിൽ ഒഴികെ വ്യാഴാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ചൂടുയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലക്കാർക്ക് DMO ജാഗ്രതാ നിർദ്ദേശം നൽകി. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് നിർദ്ദേശം. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. ജിബിൻ JB 24 തിരുവനന്തപുരം. അസറ്റ് ഹോം സംഘടിപ്പിക്കുന്ന ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് പ്രഭാഷണ പരമ്പരയിലെ ജലദിന പ്രഭാഷണം കോട്ടയത്ത് നടന്നു. കോട്ടയം മാധവൻ പടിയിലുള്ള അസറ്റ് ഹോംസിന്റെ മൗണ്ട് പാരഡൈസോയിലായിരുന്നു പരിപാടി. കവി ശ്രീകുമാർ മുഖത്തല മുഖ്യപ്രഭാഷണം നടത്തി. അസറ്റ് ഹോം സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽകുമാർ, JV പാർട്ട്ണർ സണ്ണി വി ചാക്കോ, സുഭാഷ് K ജോസഫ്, സുബിൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ 2ാം ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം. കൊല്ലം വിജിലൻസ് കോടതി വിധിക്കെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ മറ്റൊരു കേസിലുള്ള കാര്യം അത് ആവശ്യപ്പെട്ടതാണ്, ദ്വാരപാലക ശില്പപ്പാളി കേസിലുള്ള ജാമ്യം റദ്ദാക്കണമെന്നുള്ളത്. ഇപ്പോൾ അടുത്ത കേസിൽ കൂടി SIT ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജാമ്യം റദ്ദാക്കണമെന്ന്. എന്താണ് ഹൈക്കോടതി ഇന്ന് നടത്തിയിട്ടുള്ളത്? പിന്നീട് അതിന്മേലുള്ള വിശദവാദം, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്?
അനുജ, ദ്വാരപാലക ശില്പ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടാണ് ഈ SIT നേരത്തെ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിന്മേൽ ഇപ്പോൾ താൽക്കാലിക, അതായത് ഈ വിജിലൻസ് കോടതിയുടെ അനുകൂല പരാമർശങ്ങൾ താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ, കട്ടളപ്പാളി കേസിൽ കൂടി തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കോടതി SITയുടെ ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. തന്ത്രിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. ആദ്യത്തെ ഹർജി, അതായത് ആദ്യത്തെ കേസിന്റെ ഹർജി പരിഗണിക്കുന്നതിനോടൊപ്പം ഈ രണ്ടാമത്തെ കേസും പരിഗണിക്കാമെന്ന രീതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അതായത് കേസിന്റെ മുന്നോട്ട് പോക്കിന് തന്ത്രിയുടെ ജാമ്യവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രണ്ട് കേസുകളിലും ജാമ്യം റദ്ദ് ചെയ്യണമെന്ന ആവശ്യവുമായി SIT ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ 26-ാം തീയതി ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി കൂടിയാണ് ഇത്തരത്തിൽ അടിയന്തരമായി രണ്ടാമത്തെ കേസിന്റെ കൂടി ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനുജ, അതാണ് രണ്ടാം കേസിൽ കൂടി തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഈ മാസം 31-ന് കൊച്ചിയിൽ നടക്കുന്ന AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. 23-അംഗ സ്ക്വാഡിൽ 3 മലയാളികളുമുണ്ട്. സഹൽ അബ്ദുൾ സമദ്, ആഷിഖ് കുരുണിയൻ, ബിജോയ് വർഗീസ് എന്നിവരാണ് ടീമിലെ മലയാളി സാന്നിധ്യങ്ങൾ. സന്ദേശ് ജിങ്കൻ, റയാൻ വില്യംസ്, ഗുർപ്രീത് സിംഗ് സന്ധു തുടങ്ങിയ ഖാലിദ് ജമീലിന്റെ സ്ക്വാഡിലുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളവും കൊച്ചിയും ഇന്ത്യൻ ടീമിന്റെ മത്സരത്തിന് വേദിയാകുന്നത്. ഇതോടെ 1 PM ന്യൂസ് പൂർത്തിയാവുകയാണ്.